നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്ററായ വൈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററിന്റെ 5ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് ഈ ചാപ്റ്ററില് ജീവജാലങ്ങളെ, വ്യത്യസ്ത ഓർഗാനിസങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ തരംതിരിക്കുന്നത് എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ഡിഫറെന്റ് ടാക്സോണമിക് ലെവൽസിനെ കുറിച്ച് പറഞ്ഞു, വർഗീകരണ തലങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, എന്താണെന്ന് മനസ്സിലാക്കി. നമുക്ക് ഈ വർഗീകരണം ആദ്യമായി ചെയ്തത് ആരാണെന്നും ഏതൊക്കെ രീതിയിലാണ് ജീവജാലങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. ആദ്യം അരിസ്റ്റോട്ടിലാണ് ശാസ്ത്രീയമായ രീതിയിൽ, സയന്റിഫിക് ആയ രീതിയിൽ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. അതിനുശേഷം കോൾ ലിനേയസ്, വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കോൾ ലിനേയസ് 2 കിണ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ 2 കിണ്ഡം വർഗീകരണ രീതിയിൽ സസ്യങ്ങളെയെല്ലാം ഒരു കിണ്ഡത്തിലും ജന്തുക്കളെയെല്ലാം മറ്റൊരു കിണ്ഡത്തിലും ഉൾപ്പെടുത്തി. സസ്യങ്ങളെ കിണ്ഡം പ്ലാന്റയിലും ജന്തുക്കളെ, അനിമൽസിനെ കിണ്ഡം അനിമേലിയയിലും ഉൾപ്പെടുത്തി. അപ്പോൾ 2 വിഭാഗങ്ങളിലാക്കി ജീവജാലങ്ങളെ തരംതിരിച്ചു. ഒന്ന് കിണ്ഡം പ്ലാന്റ്, അടുത്തത് കിണ്ഡം അനിമേലിയ. അപ്പോൾ ഇവിടെ സസ്യങ്ങളും ജന്തുക്കളും വന്നു അല്ലെ. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത ചില ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. ബാക്ടീരിയ പോലെയുള്ള ജീവജാലങ്ങളൊന്നും ഇവിടെ ഉൾപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ ശരിയായ രീതിയിലായിരുന്നില്ല ഈ തരംതിരിക്കൽ. അവയുടെ സവിശേഷതകളൊന്നും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ 2 കിണ്ഡം വർഗീകരണ രീതി ആരും അക്സെപ്റ്റ് ചെയ്തില്ല, ആരും അത്രത്തോളം സ്വീകരിച്ചില്ല. പിന്നീട് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ, RH വിറ്റാക്കർ അല്ലെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ കുറച്ചുകൂടി പഠനങ്ങളൊക്കെ നടത്തി 5 കിണ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നു. അദ്ദേഹം ജീവികളെ 5 കിണ്ഡങ്ങളിലാക്കി തിരിച്ചു. അപ്പോൾ 2 കിണ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? കോൾ ലിനേയസ് ആണ് അല്ലെ. കോൾ ലിനേയസ് 2 കിണ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അതിലെ 2 കിണ്ഡങ്ങളാണ് വരുന്നത്. ഓർഗാനിസങ്ങളെ 2 കിണ്ഡങ്ങളിലാക്കി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? കിണ്ഡം പ്ലാന്റ് ആൻഡ് കിണ്ഡം അനിമേലിയ. അപ്പോൾ ഇവിടെ നോക്കൂ, പ്ലാന്റ്സും അനിമൽസും മാത്രമാണ് ഈ ക്ലാസിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് അല്ലെ. മൈക്രോ ഓർഗാനിസങ്ങളായിട്ടുള്ള ബാക്ടീരിയകളൊന്നും ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാരും അക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ഇത് അത്രത്തോളം പ്രിസൈസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല. ഒരുപാട് ക്യാരക്ടർ ഒന്നും നോക്കിയല്ല കോൾ ലിനേയസ് ഇത്തരത്തിൽ 2 കിണ്ഡങ്ങളിലാക്കി ജീവജാലങ്ങളെ തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതാരും അത്രത്തോളം അക്സെപ്റ്റ് ചെയ്തില്ല. അതിനുശേഷം റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ത് ചെയ്തു? 5 കിണ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അദ്ദേഹം ഓർഗാനിസങ്ങളെ 5 കിണ്ഡങ്ങളിലാക്കി തിരിച്ചു. ആ 5 കിണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. കിണ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പോൾ ആദ്യം 2 കിണ്ഡം വർഗീകരണ രീതിയിൽ ഉണ്ടായിരുന്ന പ്ലാന്റേയും അനിമേലിയയും ഇവിടെ ഉണ്ട് അല്ലെ. എന്നാൽ പുതിയതായി 3 കിണ്ഡങ്ങൾ കൂടി അവിടെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കിണ്ഡം മൊനീറ, പിന്നെ കിണ്ഡം പ്രോട്ടിസ്റ്റ, പിന്നെ ഏതാണെന്ന് നോക്കൂ, കിണ്ഡം ഫഞ്ചൈ. അപ്പോൾ ഇവിടെ കിണ്ഡം മൊനീറയിൽ ബാക്ടീരിയകളൊക്കെയാണ് വരുന്നത്. ബാക്ടീരിയകളൊക്കെ ഉൾപ്പെടുന്ന കിണ്ഡമാണ് കിണ്ഡം മൊനീറ. ഇവിടെ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെല്ലാം കിണ്ഡം മൊനീറയുടെ കീഴിലാണ് വരുന്നത്. അതിനൊരു ഉദാഹരണമാണ് ബാക്ടീരിയ. പിന്നെ കിണ്ഡം പ്രോട്ടിസ്റ്റ, കിണ്ഡം പ്രോട്ടിസ്റ്റയ്ക്ക് ഉദാഹരണമാണ് അമീബ. ഇവിടെ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് കാണപ്പെടുന്നത്. നമ്മൾ കോശങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു അല്ലെ. കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട, മെംബ്രെയിൻസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ് കാണുന്ന ഓർഗാനിസംസും ഉണ്ട്, അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസും ഉണ്ട് അല്ലെ. അതായത് സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളും ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്ടീരിയ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ്. എന്നാൽ പ്രോട്ടിസ്റ്റകളോ, അവ ഏകകോശ ജീവികൾ തന്നെയാണ്. എന്നാൽ അവിടെ എന്ത് കാണുന്നുണ്ട്? ന്യൂക്ലിയസ് കാണുന്നുണ്ട് അല്ലെ.
പ്രോട്ടിസ്റ്റയ്ക്ക് ഉദാഹരണമാണ് അമീബ. പിന്നെ ഫഞ്ചൈ. ഫഞ്ചൈ എന്ന് പറയുന്ന ഈ ഒരു കിണ്ഡത്തിൽ വരുന്നതാണ് കൂൺ, മഷ്റൂം. കുമിളുകൾ അല്ലെങ്കിൽ കൂൺ ആണ് ഈ ഒരു കിണ്ഡത്തിന് ഉദാഹരണം. ഇവിടെ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ആണ് കാണപ്പെടുന്നത്. പരപോഷികളാണ്, അതായത് ഫുഡിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. ഇവ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ആവാം. സഞ്ചരിക്കാൻ കഴിയാത്ത പരപോഷികളായ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ആണ് കിണ്ഡം ഫഞ്ചയിൽ കാണപ്പെടുന്നത്. കിണ്ഡം ഫഞ്ചയിൽ വരുന്ന ജീവികൾക്ക് ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ ഏതാണ് പറയുക? കൂൺ അല്ലെങ്കിൽ കുമിളുകൾ അല്ലേ? ഇനി അടുത്തതാണ് കിണ്ഡം പ്ലാന്റേ. പ്ലാന്റേ എന്ന് പറയുന്ന കിണ്ഡത്തിലാണ് സസ്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത്. നമ്മള് മാവിനെ കുറിച്ചും അതുപോലെ തന്നെ തെങ്ങിനെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ ഈ പ്ലാന്റേ എന്ന ഈ ഒരു കിണ്ഡത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ? കിണ്ഡം പ്ലാന്റേയിലാണ് എല്ലാ സസ്യങ്ങളും വരുന്നത്. ഇവിടെ സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ബഹുകോശ ജീവികളാണ്, ഒന്നിൽ കൂടുതൽ കോശമുള്ള ജീവികളാണ് അല്ലെ? അതുപോലെ തന്നെ അവ എന്താണ്? സ്വപോഷികളാണ്, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവരാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ സ്വപോഷികളായ സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികളാണ് കിണ്ഡം പ്ലാന്റയിൽ വരുന്നത്. എല്ലാ സസ്യങ്ങളും കിണ്ഡം പ്ലാന്റേക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് നോക്കൂ, കിണ്ഡം അനിമേലിയ. കിണ്ഡം അനിമേലിയയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? എല്ലാ ജന്തുക്കളും വരുന്ന കിണ്ഡമാണ് കിണ്ഡം അനിമേലിയ. ഇവിടെ പരപോഷികളാണ് കാണപ്പെടുന്നത്, അതായത് ഭക്ഷണത്തിന് വേണ്ടി മറ്റു ജീവജാലങ്ങളെ ആശ്രയിക്കുന്നവരാണ്. നമ്മൾ സസ്യങ്ങളെയൊക്കെ ഭക്ഷണത്തിന് വേണ്ടി നേരിട്ടോ അല്ലാതെയോ ആശ്രയിക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ പരപോഷികളും സഞ്ചാരശേഷിയുള്ളതുമായ ബഹുകോശ ജീവികളാണ് ഇവിടെ കാണപ്പെടുന്നത്. പരപോഷികളാണ്, സഞ്ചാരശേഷിയുണ്ട്, പിന്നെ എന്താണ്? ബഹുകോശ ജീവികൾ തന്നെയാണ്. അപ്പോൾ സസ്യങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളും ബഹുകോശ ജീവികളാണ്. എന്നാൽ ജന്തുക്കൾക്ക് സഞ്ചാരശേഷിയുണ്ട്, സസ്യങ്ങൾക്ക് സഞ്ചാരശേഷിയില്ല. പിന്നെ എന്താണ്? സസ്യങ്ങൾ സ്വപോഷികളാണ്, എന്നാൽ ജന്തുക്കളോ പരപോഷികളാണ്. അപ്പോൾ കിണ്ഡം അനിമേലിയയിൽ വരുന്ന ജീവികൾ പരപോഷികളാണ്. ഏതൊക്കെയാണ് 5 കിണ്ഡങ്ങൾ? കിണ്ഡം മൊനീറ, കിണ്ഡം പ്രോട്ടിസ്റ്റ, കിണ്ഡം ഫഞ്ചേ, കിണ്ഡം പ്ലാന്റേ ആൻഡ് കിണ്ഡം അനിമേലിയ. മൊനീറയിൽ വരുന്ന ഓർഗാനിസം ആണ് ബാക്ടീരിയ. ഇവിടെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് കാണപ്പെടുന്നത് അല്ലെ? അവർക്ക് എന്ത് കാണുന്നില്ല? ന്യൂക്ലിയസ് കാണുന്നില്ല. ദെൻ പ്രോട്ടിസ്റ്റ ആണെങ്കിലും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, പക്ഷെ അവിടെ എന്ത് കാണുന്നുണ്ട്? ന്യൂക്ലിയസ് കാണുന്നുണ്ട്. എക്സാമ്പിൾ ഏതാണ്? അമീബയാണ്. അമീബ പ്രോട്ടിസ്റ്റയ്ക്ക് ഉദാഹരണമാണ്. ഇനി ഫഞ്ചൈ. ഫഞ്ചൈ എന്നുള്ളത് മഷ്റൂംസ് ഒക്കെ വരുന്ന കാറ്റഗറിയാണ്. ഇവ നോൺ മോട്ടൈൽ ആണ്, അതായത് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഹെറ്ററോട്രോപിക് ആണ്, അതായത് ഫുഡിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുന്നുണ്ട്. ദെൻ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്. എവിടെയാണ്? കിണ്ഡം ഫഞ്ചൈൽ. എക്സാമ്പിൾ മഷ്റൂംസ് ആണ്. അതുപോലെ തന്നെ ബ്രെഡിലൊക്കെ വരുന്ന പൂപ്പലില്ലേ, അതൊക്കെ ഈ കിണ്ഡം ഫഞ്ചൈലാണ് ഉൾപ്പെടുന്നത്. ഇനി കിണ്ഡം പ്ലാന്റേ. പ്ലാന്റേ എന്ന് പറയുന്ന കിണ്ഡത്തിലാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത്. They are autotrophic, multicellular, non-motile organisms. Autotrophic ആണ്, അതായത് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആണ്, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ? ദെൻ നോൺ മോട്ടൈൽ ഓർഗാനിസംസ്, സഞ്ചരിക്കാൻ കഴിയാത്ത ഓർഗാനിസംസ് ആണ് എവിടെ വരുന്നത്? കിണ്ഡം പ്ലാന്റേയിൽ വരുന്നത്. എക്സാമ്പിളുകൾ പ്ലാന്റ്സ് ആണ് അല്ലെ? നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന പ്ലാന്റ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? തെങ്ങിനെ കുറിച്ച് അല്ലെ? കൊക്കോസ് ന്യൂസിഫറ. പിന്നെ മാഞ്ചിഫറ ഇൻഡിക ഏതാണ്? മാംഗോ ട്രീ അല്ലെ? അങ്ങനെ എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുന്നത് ഈ കിണ്ഡം പ്ലാന്റേയിലാണ്. ഇനി അടുത്തതാണ് കിണ്ഡം അനിമേലിയ. കിണ്ഡം അനിമേലിയയിലാണ് എല്ലാ അനിമൽസും വരുന്നത്. നമ്മൾ ഉൾപ്പെടെ എല്ലാ അനിമൽസും വരുന്നത് കിണ്ഡം അനിമേലിയയിലാണ്. They are heterotrophic multicellular organisms. They have the capacity of locomotion. അതായത് അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്.
they are heterotrophic, അതായത് ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 5 കിണ്ഡങ്ങൾ. ആദ്യകാലങ്ങളിലൊന്നും ഈ മൈക്രോ ഓർഗാനിസങ്ങളായ ബാക്ടീരിയകളെ കുറിച്ചൊന്നും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒക്കെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമുക്ക് ഈ സെൽ സ്ട്രക്ചർ, അതായത് കോശങ്ങളുടെ ഘടനയൊക്കെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികളെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നപ്പോൾ എന്ത് മനസ്സിലായി എന്നറിയുമോ? മൊനീറ എന്ന കിണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം ബാക്ടീരിയകൾ മറ്റുള്ള ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. അവയുടെ കോശത്തിന്റെ ഘടനയും ധർമ്മവും ഒക്കെ മറ്റു ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കിണ്ഡം മൊനീറയെ 2 കിണ്ഡങ്ങളാക്കി തിരിച്ചു. അതായത് കിണ്ഡം മൊനീറയെ വിഭജിച്ച് 2 കിണ്ഡങ്ങളാക്കി. ആർക്കിയ അതുപോലെ തന്നെ ബാക്ടീരിയ, ഈ 2 കിണ്ഡങ്ങളാക്കി മൊനീറയെ തിരിച്ചു. അപ്പോൾ കിണ്ഡം മൊനീറ 2 കിണ്ഡങ്ങളായി മാറി അല്ലേ? അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്ര കിണ്ഡങ്ങളായി? 6 കിണ്ഡങ്ങളായി. അപ്പോൾ അങ്ങനെ 6 കിണ്ഡങ്ങൾ വന്നു. 6 കിണ്ഡം വർഗീകരണ പദ്ധതി വന്നു. അത് മാത്രമല്ലാതെ ഈ കിണ്ഡം എന്ന ഈ തലത്തിന് മുകളിലായി മറ്റൊരു തലം കൂടി വന്നു, ഡൊമെയിൻ എന്ന ഒരു തലം കൂടി. അതായത് നമ്മൾ പഠിച്ചത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ഫൈനലി കിണ്ഡം അല്ലെ? കിണ്ഡമായിരുന്നു ഏറ്റവും ഉയർന്ന തലം. എന്നാൽ ഈ കിണ്ഡത്തിന് മുകളിൽ എന്തുകൂടി വന്നു? ഡൊമെയിൻ എന്ന ഒരു തലം കൂടി വന്നു. ഇത്തരത്തിൽ ഉള്ള ഈ ഒരു വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ വൗസ് ആണ്. അപ്പോൾ കാൾ വൗസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 6 കിങ്ഡം വർഗീകരണ പദ്ധതി കൊണ്ടുവന്നു. അവിടെ ജീവജാലങ്ങളെ 6 കിണ്ഡങ്ങളിലാക്കി തിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കിണ്ഡത്തിന് മുകളിൽ മറ്റൊരു തലം കൂടി വന്നു, ഡൊമെയിൻ. 3 ഡൊമെയിനുകളാണുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ കാൾ വൗസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ഓർഗാനിസങ്ങളെയൊക്കെ 6 കിണ്ഡങ്ങളിലാക്കി തിരിച്ചു അല്ലെ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? മൈക്രോ ഓർഗാനിസങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ സ്റ്റഡി നടന്നപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്ന ആ ജീവജാലങ്ങൾ വരുന്ന കിണ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്ന ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ ഓർഗാനിസംസ് മറ്റുള്ള ബാക്ടീരിയകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആർക്കി ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയകളിൽ നിന്ന് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവയെ എന്ത് ചെയ്തു? അവയെ ഒരു സെപ്പറേറ്റ് കിണ്ഡമാക്കി മാറ്റി അല്ലെ? കിണ്ഡം മൊനീറയെ 2 എണ്ണമാക്കി ഡിവൈഡ് ചെയ്തു. കിണ്ഡം ആർക്കിയ ആൻഡ് കിണ്ഡം ബാക്ടീരിയ. ഇത് മാത്രമല്ല, ഈ കിണ്ഡം എന്ന് പറയുന്ന ഈ ടാക്സോണമിക് ലെവലിന് മുകളിലായി ഡൊമെയിൻ എന്ന് പറയുന്ന ഒരു ലെവല് കൂടി കൊണ്ടുവന്നു. ആരാണ് അങ്ങനെ ചെയ്തത്? കാൾ വൗസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ നോക്കൂ, 5 കിണ്ഡങ്ങളായിരുന്നു. അതിൽ കിണ്ഡം മൊനീറയെ 2 കിണ്ഡങ്ങളാക്കി മാറ്റി അല്ലേ? അപ്പോൾ 2ഉം ബാക്കിയുള്ള 4ഉം കൂടി 6 കിണ്ഡങ്ങൾ വന്നു. 6 കിണ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. പിന്നെ ഡൊമെയിൻ എന്ന് പറയുന്ന ഒരു ടാക്സോണമിക് ലെവൽ കൂടി എവിടെ വരികയാണ്? ഈ ക്ലാസിഫിക്കേഷനിൽ വരികയാണ്. അപ്പൊ നോക്കൂ, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിണ്ഡം, ഡൊമെയിൻ. കിണ്ഡത്തിന് മുകളിൽ ആര് കൂടി വന്നു? ഡൊമെയിൻ കൂടി വന്നു അല്ലേ? 3 ഡൊമെയിനുകളാണുള്ളത്. ഡൊമെയിൻ ബാക്ടീരിയ, ഡൊമെയിൻ ആർക്കിയ, ഡൊമെയിൻ യൂക്കാരിയ. ഇതിൽ ഡൊമെയിൻ ബാക്ടീരിയയില് കിണ്ഡം ബാക്ടീരിയ മാത്രമാണ് വരുന്നത്. ആദ്യം ഉണ്ടായിരുന്ന മൊനീറ എന്ന് പറയുന്ന കിണ്ഡത്തെ എന്ത് ചെയ്തു? 2 ആക്കി തിരിച്ചു അല്ലെ? കിണ്ഡം മൊനീറയെ 2 ആക്കി തിരിച്ചു. ഏതൊക്കെ കിണ്ഡങ്ങളാണ്? കിണ്ഡം ബാക്ടീരിയയും കിണ്ഡം ആർക്കിയയും. അപ്പോൾ കിണ്ഡം മൊനീറ ഇനി ഇല്ല. കിണ്ഡം ആർക്കിയയും കിണ്ഡം ബാക്ടീരിയയുമാണ് ഉള്ളത്. ഇതിൽ കിണ്ഡം ബാക്ടീരിയ വരുന്ന ഡൊമെയിൻ ആണ് ബാക്ടീരിയ എന്ന ഡൊമെയിൻ. ഡൊമെയിൻ ബാക്ടീരിയയിൽ കിണ്ഡം ബാക്ടീരിയ വരുന്നു. ഡൊമെയിൻ ആർക്കിയയിൽ കിണ്ഡം ആർക്കിയ വരുന്നു. ദെൻ ബാക്കിയുള്ള 4 കിണ്ഡങ്ങളും വരുന്നത് കിണ്ഡം യൂക്കാരിയയിലാണ്. കിണ്ഡം യൂക്കാരിയയിൽ ആരൊക്കെയാ വരുന്നത്? കിണ്ഡം പ്രോട്ടിസ്റ്റ, കിണ്ഡം ഫഞ്ചൈ, കിണ്ഡം പ്ലാന്റ് ആൻഡ് കിണ്ഡം അനിമേലിയ. അപ്പോൾ നോക്കൂ, 3 ഡൊമെയിനുകളും 6 കിണ്ഡങ്ങളുമാണ് അല്ലെ? 3 ഡൊമെയിൻ സിസ്റ്റം അല്ലെങ്കിൽ 6 കിണ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നോക്കൂ, ഡൊമെയിൻ ബാക്ടീരിയയിൽ ആരാണ് വരുന്നത്? കിണ്ഡം ബാക്ടീരിയ ആണ് വരുന്നത്. ഡൊമെയിൻ ആർക്കിയയില് കിണ്ഡം ആർക്കിയ വരുന്നു.
ഡൊമൈൻ യൂക്കാരിയയിൽ ബാക്കി 4 കിണ്ടങ്ങളും വരുന്നു. കിണ്ടം പ്രോട്ടിസ്റ്റ, കിണ്ടം ഫഞ്ചെ, കിണ്ടം പ്ലാന്റെ, കിണ്ടം അനിമേലിയ. ഈ 4 എണ്ണവും യൂക്കാരിയ എന്ന ഡൊമൈനിലും, ഡൊമൈൻ ആർക്കിയയില് കിണ്ടം ആർക്കിയ വരുന്നു, ഡൊമൈൻ ബാക്ടീരിയയില് കിണ്ടം ബാക്ടീരിയ വരുന്നു. നോക്കൂ, അപ്പോൾ കിണ്ടം എന്ന ആ തലത്തിന് മുകളിൽ മറ്റൊരു തലം കൂടി വന്നു, അതാണ് ഡൊമൈൻ. നമുക്കിനി സൂചകങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? 2 കിണ്ടം വർഗീകരണത്തിന്റെ പരിമിതികൾ, ലിമിറ്റേഷൻസ് ഓഫ് 2 കിണ്ടം ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് 2 കിണ്ടം ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ 2 കിണ്ടം വർഗീകരണത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഇവിടെ ബാക്ടീരിയ പോലെയുള്ള ചില ജീവികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് അതിന്റെ ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ ഈ വർഗീകരണത്തില് പ്രോകാരിയോട്ടുകളെയും യൂകാരിയോട്ടുകളെയും തമ്മിൽ വേർതിരിച്ചിരുന്നില്ല. അവയെ തമ്മിൽ എന്ത് ചെയ്തില്ല? വേർതിരിച്ചില്ല. അവയെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇവ രണ്ടും ഒരുമിച്ച് ഒരേ കിണ്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പോരായ്മകൾ 2 കിണ്ടം വർഗീകരണത്തിന് അല്ലെങ്കിൽ 2 കിണ്ടം ക്ലാസിഫിക്കേഷന് ഉണ്ടായിരുന്നു. എന്താണ് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും? നമ്മൾ അത് പഠിച്ചിരുന്നു. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിനകത്ത് സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട ന്യൂക്ലിയസുകൾ ഇല്ലാത്ത ജീവജാലങ്ങളാണ്. അതായത് അവരുടെ സെല്ല് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് കാണുന്നില്ല, സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട മർമ്മം കാണുന്നില്ല. അങ്ങനെയുള്ളവയെ നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോശം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട ന്യൂക്ലിയസ് കാണുന്നുണ്ട്, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് അവിടെ കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവയാണ് നമ്മൾ യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില കോശങ്ങൾക്കകത്ത് എന്ത് കാണുന്നില്ല? സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട ന്യൂക്ലിയസ് അഥവാ മർമ്മം കാണപ്പെടുന്നില്ല. മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടില്ല, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് എവിടെ കാണുന്നില്ല? ബാക്ടീരിയ പോലെയുള്ള ചില ജീവികളിൽ കാണപ്പെടുന്നില്ല. അവയെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രോകാരിയോട്ടുകളെയും യൂകാരിയോട്ടുകളെയും തമ്മിൽ വേർതിരിക്കാതെയാണ് 2 കിണ്ടം വർഗീകരണം നിലവിൽ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 കിണ്ടം ക്ലാസിഫിക്കേഷന്റെ പോരായ്മകൾ. ഇനി 5 കിണ്ടം വർഗീകരണത്തിന്റെ സാധ്യതകൾ, പോസിബിലിറ്റീസ് ഓഫ് 5 കിണ്ടം ക്ലാസിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 5 കിണ്ടം വർഗീകരണം അല്ലെങ്കിൽ 5 കിണ്ടം ക്ലാസിഫിക്കേഷനിൽ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തി അവയുടെ പെക്യുലിയാരിറ്റീസ് ഒക്കെ നോക്കി ഡിഫറെന്റ് ഓർഗാനിസങ്ങളെ 5 കിണ്ടങ്ങളിലാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കിണ്ടങ്ങൾ? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റെ ആൻഡ് അനിമേലിയ. അടുത്ത ചോദ്യം നോക്കൂ. 6 കിണ്ടം വർഗീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ്? ആദ്യകാലങ്ങളിൽ ബാക്ടീരിയകളെ കുറിച്ചൊന്നും കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അല്ലെ? എന്നാൽ ഈ ബാക്ടീരിയകളെ കുറിച്ചൊക്കെ കൂടുതലായി പഠനം നടത്തിയപ്പോൾ കിണ്ടം മൊനീറയിൽ വരുന്ന ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അവയെ എന്ത് ചെയ്തു? അവയെ ഒരു സെപ്പറേറ്റ് കിണ്ടമാക്കി മാറ്റി അല്ലെ? കിണ്ടം മൊനീറയെ 2 കിണ്ടങ്ങളാക്കി മാറ്റി, കിണ്ടം ആർക്കിയെയും കിണ്ടം ബാക്ടീരിയയും. അതുമാത്രമല്ലാതെ ഈ കിണ്ടങ്ങൾക്ക് മുകളിൽ ഡൊമൈൻ എന്ന ഒരു വർഗീകരണ തലം കൂടി കൊണ്ടുവന്നു. അവസാനത്തെ സൂചകം എന്താണ്? സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമുലേഷൻ ഓഫ് 6 കിണ്ടം ക്ലാസിഫിക്കേഷൻ. എന്തുകൊണ്ടാണ് 6 കിണ്ടം ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്? കാരണം കൂടുതൽ സ്റ്റഡീസ് നടത്തിയപ്പോൾ കിണ്ടം മൊനീറയിൽ വരുന്ന ആർക്കി ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയകളെ പോലെ അല്ല എന്ന് മനസ്സിലാക്കി അല്ലെ? അതിന്റെ സ്ട്രക്ചറും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഒക്കെ, സെൽ സ്ട്രക്ചറും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഒക്കെ മറ്റുള്ള ബാക്ടീരിയകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ കിണ്ടം മൊനീറയെ 2 കിണ്ടങ്ങളാക്കി മാറ്റേണ്ടി വന്നു, കിണ്ടം ആർക്കിയയും കിണ്ടം ബാക്ടീരിയയും. അങ്ങനെയാണ് 6 കിണ്ടം ക്ലാസിഫിക്കേഷൻ വന്നത്. അതുമാത്രമല്ല ഈ കിണ്ടങ്ങൾക്ക് മുകളിലായി ഒരു ടാക്സോണമിക് ലെവൽ കൂടി വന്നു. ഏതാണത്? ഡൊമൈൻ അല്ലെ? അങ്ങനെ 3 ഡൊമൈനുകളും 6 കിണ്ടവുമുള്ള ക്ലാസിഫിക്കേഷൻ വന്നു. നമുക്ക് അപ്പോൾ ഈ ഡൊമൈൻ എന്ന ആ തലം കൂടി ഉൾപ്പെടുത്തി മനുഷ്യന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
അതായത് മനുഷ്യൻ ഏതൊക്കെ വർഗീകരണ തലങ്ങളിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ കിങ്ഡം മുതലുള്ളത് പഠിച്ചതാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഡൊമൈൻ കൂടി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡൊമൈൻ ഏതായിരിക്കും? കിങ്ഡം അനിമേലിയ ആണ്. അപ്പൊ ഡൊമൈൻ യൂക്കാരിയ ആണ് അല്ലെ. യൂക്കാരിയ എന്ന ഡൊമൈൻ ആണ് കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ്സ്, ഫാമിലി ഹോമിനിഡെ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ഇത്രയുമാണ് മനുഷ്യന്റെ വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ. അപ്പോൾ ഡൊമൈൻ ഏതാണ്? യൂക്കാരിയ ആണ് അല്ലെ. കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ്സ്, ഫാമിലി ഹോമിനിഡെ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം 7 ടാക്സോണമിക് ലെവലുകളെ കുറിച്ചാണ് പഠിച്ചത്. എന്നാൽ ഇപ്പോൾ ഡൊമൈൻ എന്ന മറ്റൊരു ലെവൽ കൂടി വന്നിട്ടുണ്ട് അല്ലെ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, പിന്നെ ഏത് കൂടി വന്നു? ഡൊമൈൻ കൂടി വന്നു. എത്ര ഡൊമൈനുകളാണ് ആകെയുള്ളത്? 3 എണ്ണമാണ് അല്ലെ. ഏതൊക്കെയാണത്? ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ യൂക്കാരിയ. ഡൊമൈൻ യൂക്കാരിയയിലാണ് നമ്മളൊക്കെ വരുന്നത് അല്ലെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. നമ്മൾ വ്യത്യസ്ത വർഗീകരണ പദ്ധതികളെ കുറിച്ചാണ്, ക്ലാസിഫിക്കേഷൻ സിസ്റ്റങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.